Hi all, welcome again. Today we will discuss about insertion and deletion of data using PHP. How we can utilize PostgreSQL commands to insert and delete data using PHP. Okay, now we will insertion and deletion of data using PHP discuss cheyyanam. This is the basic program. Here we have to use first of all HTML commands. നമ്മൾ HTML commands ഉപയോഗിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യണം ആദ്യം കേട്ടോ. HTML commands ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നു. See this. Then we have to use get or post method ഒക്കെ യൂസ് ചെയ്യാം for retrieving the data. Get method or post method ഒക്കെ നമ്മൾ യൂസ് ചെയ്യാം. Get post method ഒക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. Okay. Then we have to enter the text, enter the input field നമ്മൾ ഇവിടെ enter ചെയ്യണം. Okay. Then here we have to use post method to generate the data. Okay. Then നമ്മൾ ഇത് ഇവിടെ connect ചെയ്യുന്ന ഡാറ്റാബേസിന്. Right, here we are connecting the database. PostgreSQL database PHP ലേക്ക് connect ചെയ്യണം using the command. Right, pg connect യൂസ് ചെയ്തുള്ളൂ. ഇവിടെ ഡാറ്റാബേസിന്റെ നെയിം db എന്ന് പറഞ്ഞ ഡാറ്റാബേസിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, then പ്രിന്റ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് എക്കോ ഉപയോഗിച്ചിട്ട് പ്രിന്റ് ചെയ്യുന്നു. ഇവിടെ പല മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഈ റിട്രീവ് ചെയ്യാനായിട്ട് ഡാറ്റനെ. റൈറ്റ്, see this. പല മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ പി ജി കോറി എന്ന് പറഞ്ഞ ഒരു ഡാറ്റ കമാൻഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോറി എക്സിക്യൂട്ട് ചെയ്യുന്നു. റൈറ്റ്, ഇവിടെ പി ജി ഫെച്ച് ഉപയോഗിച്ചിട്ടാണ്, ഫെച്ച് ഡാറ്റ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഫെച്ച് ചെയ്യുന്നത് ഡാറ്റേനെ. ഫെച്ച് റിസൾട്ട് നമ്മൾ ഫെച്ച് ചെയ്യുന്നു, ഫെച്ച് ഡാറ്റ യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇൻസേർട്ട് ഇൻടു കമാൻഡ് യൂസ് ചെയ്യുന്നുണ്ട്. എന്തിന്, ഡാറ്റ വാല്യൂസ് ഇൻസേർട്ട് ചെയ്യാനായിട്ട്. റൈറ്റ്, ഇവിടെ പി ജി കോർ ഉപയോഗിച്ചിട്ട് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നു കോറീസ്. അതുപോലെ ഫെച്ച് റോ കമാൻഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ റിസൾട്ട് ഫെച്ച് ചെയ്യാനായിട്ട് ഫെച്ച് റോ യൂസ് ചെയ്യുന്നു. പ്രിന്റ് ചെയ്യാനായിട്ട് എക്കോ ഉപയോഗിക്കുന്നു. റൈറ്റ്, നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത നമ്മുടെ ബേസിക് കമാൻഡ്സ്, PostgreSQL കമാൻഡ്സ് ഒക്കെ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. റൈറ്റ്, അതിനുശേഷം കോറി എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ക്ലോസ് ചെയ്യുന്നു. ഇൻസേർട്ട് ചെയ്യാനാണെങ്കിൽ ദിസ് ഈസ് ദ അനദർ എക്സാമ്പിൾ ഫോർ ഡിലീറ്റിംഗ് ദ ഡാറ്റ. ഡിലീറ്റിംഗ് ദ ഡാറ്റ. ഇവിടെ ഒരു കോളേജ് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നു.
സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സ്റ്റുഡൻറ് എന്ന് പറയുന്ന ഡാറ്റാ ബേസിൽ നിന്ന് എല്ലാ ഫീൽഡ്സും എല്ലാ ആട്രിബ്യൂട്ട്സും എന്ത് ചെയ്യുന്നു? ഫെച്ച് ആവുന്നു. റൈറ്റ്. ഹിയർ ഇസ് ദ ഡിലീറ്റ് ക്വറി 2. Delete from students where register number is equal to number. Okay. എന്നോ എന്ന് പറയുന്ന രജിസ്റ്റർ നമ്പർ ഉള്ള ക്വറി ഡിലീറ്റ് ചെയ്യുന്നു സ്റ്റുഡന്റ് ഡാറ്റാബേസിൽ. റൈറ്റ്. അങ്ങനെ നമുക്ക് ഡിലീറ്റും ചെയ്യാം ആവശ്യമില്ലാത്തത്. റൈറ്റ്. ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നു, PG ക്വറി ഉപയോഗിച്ചിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതുപോലെ റിസൾട്ട് ഫെച്ച് ചെയ്യാനായിട്ടാണ് നമ്മൾ ഫെച്ച് റോ യൂസ് ചെയ്യുന്നത്. റൈറ്റ്. പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ക്ലോസ് ക്വറി യൂസ് ചെയ്യും. This is another example for how we can display data from PostgreSQL database in web page. എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യിക്കുന്നത്, എങ്ങനെയാണ് റിട്രീവ് ചെയ്തിട്ട് നമ്മൾ ഒരു പർട്ടിക്കുലർ ഡാറ്റാബേസ് മെറ്റ്സ് കോളേജിൻ്റെ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത് BCAയുടെ മാത്രം നമ്മൾ ഫെച്ച് ചെയ്യും. അപ്പോൾ അങ്ങനെ ഇവിടെയാണ് കണക്ഷൻ കണക്ട് ചെയ്യുന്നു. ഇവിടെ കോർ എക്സിക്യൂട്ട് ചെയ്യുന്നു. റൈറ്റ്. ഇവിടെ പ്രിന്റ് ചെയ്യുന്നു. റൈറ്റ്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ അറയിലുള്ള രജിസ്റ്റർ നമ്പർ പറഞ്ഞ അറയിലുള്ള എല്ലാ എലിമെന്റ്സും നമുക്ക് പ്രിന്റ് ഔട്ട് ചെയ്യാം. റൈറ്റ്. ദിസ് ഈസ് ദ മെത്തഡോളജി ഫോർ ഡിസ്പ്ലേയിങ് ഡാറ്റ യൂസിങ് PostgreSQL കമാൻഡ്. അങ്ങനെ ഡിസ്പ്ലേ ചെയ്യാൻ നമുക്ക് ആവശ്യമായത് മാത്രം എടുത്തു ഇൻസെർട്ട് ചെയ്യാം. ഗെറ്റ് ആൻഡ് പോസ്റ്റ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ആവശ്യമില്ലാത്ത നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അങ്ങനെയാണ് ഈ മെത്തഡോളജീസ്, ഇങ്ങനെയാണ് പ്രോഗ്രാമിംഗ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നത് PostgreSQL. For inserting data, for retrieving data, for deleting data, for displaying data. Right. Here is the example for inserting data. Again we will check the program structure. Here we are starting with HTML command. ഇവിടെ ഫോം ആക്ഷൻ കൊടുക്കുന്നു. പോസ്റ്റ് മെത്തേഡ് നമ്മൾ ആദ്യം യൂസ് ചെയ്യുന്നു. ഇവിടെ സ്റ്റുഡൻറ് ഡീറ്റെയിൽസ് നമ്മൾ ആദ്യം എൻ്റർ ചെയ്യുന്നു. ആദ്യം സ്റ്റുഡൻറ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തിട്ട് ഫോം ക്ലോസ് ചെയ്യുന്നു. ഇവിടെ രജിസ്റ്റർ നമ്പർ, നെയിം, ഏജ്, അതുപോലെ ജെൻഡർ, അതുപോലെ മാർക്ക്, ഇതൊക്കെ നമ്മൾ ഇവിടെ ടേബിൾസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഇതിലൂടെ PHP കോഡ് സ്റ്റാർട്ട് ചെയ്യണം. അതിലേക്ക് നമ്മൾ അസൈൻ ചെയ്യുന്നു. ഡാറ്റാബേസ് കോളേജ് എന്ന് പറഞ്ഞൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യും. ഇവിടെ ഒരു കണക്ഷൻ, ഈ കണക്ഷൻ ഉപയോഗിച്ചിട്ട് PostgreSQL എന്ത് ചെയ്യുന്നു? PostgreSQL query or database will form a connection towards the corresponding PHP file. Right. Now we will query select star from student. സ്റ്റുഡൻറ്റിലുള്ള എല്ലാ ഡാറ്റയും ഇവിടെ ക്വറി എന്ന് പറയുന്ന വേരിയബിൾ ഒരു അറയിലേക്ക് സ്റ്റോർ ആവും. റൈറ്റ്. ഇവിടെ
PG core ഉപയോഗിച്ചിട്ട് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നു. ദെൻ എന്തൊക്കെയാണ് പ്രിന്റ് ചെയ്യേണ്ടത് അത് എക്കോ കമാൻഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രിന്റ് ചെയ്യും. റൈറ്റ്. ഇതൊക്കെ നമ്മൾ റിസൾട്ട് 1 റിസൾട്ട് 2 എന്ന് പറഞ്ഞ അറേയിലേക്ക് കറസ്പോണ്ടിങ് കോറി ഫെച്ച് ചെയ്യും. ഓക്കെ. In this way we can insert elements, insert data, we can create table, we can update the table, we can display the table contents, or we can delete the table. ഇത്തരം ഈ പ്രോഗ്രാമിംഗ് സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ട് കോറീസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം, ആവശ്യമില്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാം, കൃത്യമായിട്ടുള്ള ഡാറ്റ ഒന്നുകിൽ ടേബിൾ ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായ ഒരു പർട്ടിക്കുലർ റോ കോളം മാത്രമോ നമുക്ക് വേണമെങ്കിൽ ഡിസ്പ്ലേ ചെയ്യാം. റൈറ്റ്. പ്രോഗ്രാം സ്ട്രക്ചർ, ഓവറോൾ പ്രോഗ്രാം സ്ട്രക്ചർ. ഓവറോൾ പ്രോഗ്രാം സ്ട്രക്ചർ. ബോഡി മെത്തേഡ് യൂസ് ചെയ്യുന്നു. നമ്മുടെ ഈ കോറി ഉപയോഗിച്ചിട്ട് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റുഡൻറ്റ് എന്തൊക്കെ ആ ടേബിളിൽ വേണമെന്ന് റേസ് നമ്പർ, ഏജ്, ജെൻഡർ, മാർക്ക്. ഓക്കെ. ഇതിന് വാല്യൂസ് ഇൻസെർട്ട് ചെയ്യാനുള്ള ഫീൽഡ് കൊടുക്കുന്നു. റൈറ്റ്. Right. Another example, deletion. Connection establish ചെയ്യുന്നു. ഇവിടെ ഡിലീഷൻ ഇങ്ങനെ ഡിലീറ്റ് കമാൻഡ് കൊടുക്കും. റൈറ്റ്. പ്രോഗ്രാം അഗൈൻ ഫോർ ഡിസ്പ്ലേയിങ് ഡാറ്റ. നമുക്ക് ആവശ്യമായത് മാത്രം ഡിസ്പ്ലേ ചെയ്യിക്കാം. ഡാറ്റാബേസ് കണക്ടിവിറ്റി ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നു. ഇവിടെ ഈ സെൽഫ് സ്റ്റാർട്ട് ഫ്രോം എന്ന് പറയുമ്പോൾ എല്ലാ സ്റ്റുഡൻറ്റ് ഡാറ്റാബേസിൽ നിന്ന് എല്ലാ ഡാറ്റയും ഫെച്ച് ഔട്ട് ചെയ്യും. റൈറ്റ്. ദിസ് ഇസ് ദ പ്രോഗ്രാം ഇൻ കണക്ഷൻ വിത്ത് ഇൻസെർട്ടിംഗ് ഡാറ്റ ത്രൂ PostgreSQL, displaying data through PostgreSQL, deleting data through PostgreSQL in PHP. Okay, I'm hereby concluding.